തദ്ദേശപ്പോരിൻ്റെ കേരളത്തിൽ കേളികുട്ട് ഉയർന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥി നിർണയത്തിൽ പല അടികളും പലയിടങ്ങളിലും ഉണ്ടെങ്കിലും എല്ലാവരും കച്ചകെട്ടി ഇറങ്ങുകയാണ്. അരയും തലയും മുറുക്കി മുന്നണികൾ സജീവമായി കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ വോട്ട് ചോദിച്ചു തുടങ്ങി. അതിനിടയിലാണ് ശബരിമല അടക്കമുള്ള വിഷയങ്ങൾ മുന്നിലുണ്ട്. സർക്കാരിൻ്റെ ക്ഷേമ പ്രഖ്യാപനങ്ങൾ മുൻപിലുണ്ട്. സർക്കാരിൻ്റെ വിലയിരുത്തലാകുമോ? ഇത് കഴിഞ്ഞാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നെ 3 മാസം ഇല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് സർക്കാരിന്റെ വിലയിരുത്തലാകുമോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായി ഒരു സർക്കാരിന്റെ വിലയിരുത്തലാവണമെന്നില്ല. കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമാണ്. പക്ഷേ ഒരു പൊളിറ്റിക്കൽ ഒരു രാഷ്ട്രീയ ഗതി നിർണ്ണയിക്കുന്ന തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന കാര്യത്തിൽ സംശയമുണ്ടാകില്ല. നമുക്കറിയാം, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകൾ എടുത്താൽ, പഞ്ചായത്തിലെ ഓരോ വാർഡുകൾ എടുത്താൽ വാർഡുകളിൽ 1000 1500 വോട്ടായിരിക്കും ഉണ്ടാവുക. അവിടുത്തെ ഒരു വിധി നിർണ്ണയിക്കുന്നത് പലപ്പോഴും കുടിവെള്ള പ്രശ്നം, റോഡിന്റെ പ്രശ്നം, അവിടുത്തെ മാലിന്യ പ്രശ്നം, അതുപോലെ വ്യക്തിപരമായ ബന്ധങ്ങൾ, ഇതൊക്കെ ഈ ഒരു പഞ്ചായത്ത് തലത്തിൽ ഏറ്റവും കൂടുതൽ അതായിരിക്കും ഒരു വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകുക. ബ്ലോക്കിലേക്ക് വന്നാലും ഏതാണ്ട് സമാനമായ രീതിയിൽ തന്നെയായിരിക്കും. പഞ്ചായത്തും ബ്ലോക്കും തമ്മിൽ അങ്ങനെ ഒരു വലിയ വ്യത്യാസം ഉണ്ടാകണമെന്നില്ല. ഇനി മുനിസിപ്പാലിറ്റി എടുത്താലും കോർപ്പറേഷൻ എടുത്താലും ആ ഒരു പാറ്റേണിൽ തന്നെയായിരിക്കും വോട്ടുകളൊക്കെ വരിക. കുറച്ചുകൂടി പൊളിറ്റിക്കലായ ഒരു ഫൈറ്റ് നടക്കാൻ പോകുന്നത് ജില്ലാ പഞ്ചായത്തിലായിരിക്കും. ഒരു സംസ്ഥാനത്തെ ഒരു രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ ഒരുപക്ഷെ നല്ല രീതിയിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ജില്ലാ പഞ്ചായത്തിലായിരിക്കും. പക്ഷേ നമ്മളൊരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ ഒരു ചരിത്രം എടുത്തു നോക്കിയാൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ പലപ്പോഴും LDFന് പല തെരഞ്ഞെടുപ്പുകളിലും മേൽക്കൈ കിട്ടിയ സാഹചര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അത് മാറാം. ഈ LDF പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിട്ട് നിന്നതിന് ശേഷം തന്നെ അസംബ്ലിയിലേക്ക് വന്നപ്പോൾ നേരെ തിരിച്ച് വിധി വന്ന സാഹചര്യമുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം വലിയ തിരിച്ചടിയാണ് അന്ന് LDFന് കേരളത്തിലുണ്ടായത്. അന്ന് 2018 ശബരിമല വിധിയൊക്കെ തന്നെ നടപ്പാക്കാനുള്ള ശ്രമം നടന്നു. അതൊക്കെ തന്നെ വലിയ ഒരു പൊളിറ്റിക്കൽ ഫൈറ്റായി കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ LDFന് കിട്ടിയത് ഒരു ഒറ്റ സീറ്റാണ് കേരളത്തിൽ. പക്ഷെ 2020 പഞ്ചായത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഏറ്റവും നല്ല മുന്നേറ്റം ഉണ്ടാക്കിയത് LDF ആണ്. അപ്പം ഈ വോട്ടിംഗ് പാറ്റേൺ വളരെ വ്യത്യസ്തമാണ്. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായാലും ബ്ലോക്ക് തെരഞ്ഞെടുപ്പായാലും അതുകൊണ്ട് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പായാലും ഒക്കെ തന്നെ. അതുകൊണ്ടൊരു സംസ്ഥാന സർക്കാരിൻ്റെ ആകെയുള്ളൊരു വിലയിരുത്തലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് നമുക്ക് വിലയിരുത്താൻ കഴിയില്ല. പക്ഷെ അപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പൊളിറ്റിക്കൽ ലൈൻ അതിലുണ്ടാകും. എന്തായാലും കേരളത്തിൽ ഇത്തവണ വാശിയേറിയ പോരാട്ടമായിരിക്കും 3 മുന്നണികൾക്കിടയിലും നടക്കാൻ പോകുന്നത്. മുൻപൊക്കെയാണെങ്കിൽ UDFും LDFും മാത്രമായിരുന്നു, ചിലയിടങ്ങളിൽ മാത്രമാണ് BJP ഉണ്ടായിരുന്നത്. ഇത്തവണ പക്ഷേ ആ ഒരു പാറ്റേൺ മാറുകയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പോടുകൂടി കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വലിയ മാറ്റമുണ്ടായിട്ടുണ്ട്. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അസംബ്ലി സീറ്റുകളിൽ 10ഓളം സീറ്റുകളിൽ BJP 1ാം സ്ഥാനത്തെത്തിയ സാഹചര്യമുണ്ട്. അപ്പോൾ BJPക്ക് വോട്ട് ചെയ്ത ആളുകൾ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏതാണ്ട് ഒരു വലിയൊരു വിഭാഗം സീറ്റുകളിൽ BJP ഇത്തവണ ശക്തമായ മത്സരം കാഴ്ചവെക്കും എന്നുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത് ഏതാണ്ട് എല്ലായിടത്തും ശക്തമായ ത്രികോണ മത്സരമാണ് എന്നതാണ്. അപ്പോൾ വീറും വാശിയും എല്ലായിടത്തും പ്രകടമായിരിക്കും. ഏറ്റവും പ്രത്യേകത എന്നത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയായ ഉടനെ 4 മാസത്തിനകം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പോൾ സ്വാഭാവികമായും സർക്കാർ സംവിധാനങ്ങളൊക്കെ തന്നെ ഉണരും. LDFനെ സംബന്ധിച്ച് പ്രതിപക്ഷത്താണെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ സംവിധാനങ്ങൾ ആകെ ഉണരും. അപ്പോൾ ഈ താഴെത്തട്ടിൽ ഈ എല്ലാ പാർട്ടികളെയും കൂടുതൽ സജ്ജമാക്കാനും ഒരു തെരഞ്ഞെടുപ്പ് ആവേശത്തിലേക്ക് പൂർണ്ണമായി ഉണരാനും ഒക്കെ തന്നെ പ്രേരിപ്പിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ്. ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റ് തന്നെയായിരിക്കും. പക്ഷേ പ്രാദേശിക തലങ്ങളിലൊക്കെ തന്നെ അതിൻ്റേതായിട്ടുള്ള വ്യക്തിപരമായ ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഒരു വലിയൊരു പൊളിറ്റിക്കൽ ഫൈറ്റിനുള്ള ഒരു ഉണർന്നെണീക്കലായി വേണമെങ്കിൽ നമുക്ക് കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്താം. പക്ഷേ ഈ ഒരു സർക്കാരിൻ്റെ ആകെയുള്ള ഒരു വിലയിരുത്തലായി ഇത് വരണമെന്നില്ല. എങ്കിൽ പോലും ഈ ശബരിമലയിലെ ഈ സ്വർണ്ണ വിഷയം വലിയ ചർച്ചയാകും. ഇപ്പോൾ പുതിയ അറസ്റ്റും പുതിയ സാഹചര്യങ്ങളൊക്കെ തന്നെ പരമാവധി ചർച്ചയാക്കാൻ UDF ശ്രമിക്കാൻ സാധ്യതയുണ്ട്. BJPയും അതൊക്കെ തന്നെ ഇന്ന് അവരുടെ പ്രതികരണങ്ങളിൽ നിന്നൊക്കെ അതാണല്ലോ വരുന്നത്. കേരളത്തിലെ പുതിയ
രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ തന്നെ ഇപ്പോൾ PM ശ്രീയുമായി ബന്ധപ്പെട്ട വിഷയം UDF പരമാവധി സർക്കാരിനെ പ്രതിരോധത്തിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അതുപോലുള്ള വിഷയങ്ങളൊക്കെ തന്നെ പൊളിറ്റിക്കലായി പരമാവധി ഉപയോഗിക്കാൻ UDFും അതുപോലെ തന്നെ BJPയും ഒക്കെ തന്നെ ശ്രമിക്കും. ഏതായാലും അതിനെ പ്രതിരോധിച്ച് എങ്ങനെയൊക്കെ സർക്കാർ മുന്നോട്ട് പോകും എന്ന് കാത്തിരുന്ന് കാണണം. ഏതായാലും ഇതൊരു സർക്കാരിൻ്റെ വിലയിരുത്തലായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറയാനുള്ള ഒരു സാധ്യതയില്ല. പക്ഷേ നമുക്കറിയാം പലപ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ LDFന് മേൽക്കെയാണ്. 1991 നായനാർ സർക്കാരിൻ്റെ കാലത്ത് അന്ന് ആദ്യത്തെ ജില്ലാ കൗൺസിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അന്ന് 14 ജില്ലാ കൗൺസിലുകളിൽ 12 ഇടത്താണെന്ന് തോന്നുന്നു അന്ന് LDF ആണ് വിജയിച്ചത്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ഒരു വർഷം മുൻപ് അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്താനുള്ള തീരുമാനമെടുത്തു. പക്ഷേ അന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDFന് വിജയിക്കാൻ സാധിച്ചില്ല. പക്ഷെ അന്ന് രാജീവ് ഗാന്ധി മരിച്ചൊരു സാഹചര്യമുണ്ട്. അതിൻ്റെ സഹതാപ തരംഗമൊക്കെ തന്നെ അന്ന് UDFന് അന്ന് ഗുണം ചെയ്യുകയും UDF വലിയ തോതിൽ കേരളത്തിൽ വിജയിക്കുകയും ചെയ്തു. അതേസമയം 2015 തെരഞ്ഞെടുപ്പിൽ അന്ന് ഇതുപോലെ UDFും LDFും ഒപ്പത്തിനൊപ്പം വന്നൊരു സാഹചര്യമുണ്ട് കേരളത്തിൽ. അന്ന് 14 ജില്ലാ പഞ്ചായത്തുകളിൽ 7 എന്ന നിലയിലാണ് UDFനും LDFനും ഇടയിൽ ജില്ലാ പഞ്ചായത്തുകൾ കിട്ടിയത്. പക്ഷേ 2016 ഉമ്മൻചാണ്ടിക്ക് അധികാര തുടർച്ച ലഭിച്ചില്ല. പക്ഷെ അന്ന് സോളാർ വിഷയമുണ്ടായിരുന്നു. അപ്പോൾ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ചില പൊളിറ്റിക്കൽ സാഹചര്യങ്ങളൊക്കെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ മാറ്റിമറിച്ച ചരിത്രവും കേരളത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വിധി എന്തായാലും അതുതന്നെ ആവണമെന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഒരു സാഹചര്യം. ചിലപ്പോൾ അതിനിടയിൽ ഉണ്ടാകുന്ന രാഷ്ട്രീയ സാഹചര്യങ്ങൾ അത് മാറ്റിമറിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ തന്നെയുണ്ട്. ഏതായാലും എൻ്റെ ഒരു അഭിപ്രായം എന്നത് സർക്കാരിൻ്റെ ഇപ്പോൾ പിണറായി വിജയൻ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയായിരിക്കില്ല പഞ്ചായത്തിലെ ഒരു വാർഡിൽ ഒരു വോട്ട് രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പ് ആകെ പരിശോധിക്കുമ്പോൾ അത് സർക്കാരിൻ്റെ മൊത്തം ആകെ വിലയിരുത്തലായിക്കൊണ്ടുള്ള ഒരു തീരുമാനമാകണമെന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. Meet the editors.